വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 2 കഷ്ണം ഇഞ്ചി കൊണ്ടുള്ള ഇഞ്ചിക്കറി. ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു സുഹൃത്തായ സജി ദേവിയാണ്. ആദ്യമായി 2 കഷ്ണം ഇഞ്ചി എടുക്കുക. അതിനെ ചെറുതായിട്ട് അരിയുക. അരിഞ്ഞതിന് ശേഷം മിക്സിയിൽ ചെറിയ മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കുക. അതിൽ കുറച്ച് വെള്ളം ചേർത്ത്, ഒരു 1/2 ഗ്ലാസ് വെള്ളത്തോളം ചേർത്ത് അരിച്ചെടുക്കുക. അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കുക. ആ കൊത്തിനെ മാറ്റി വയ്ക്കുക. അടുത്തായി സ്റ്റൗ ഓൺ ചെയ്യുക. ഇരുമ്പ് ചീനച്ചട്ടി വച്ചതിന് ശേഷം അതിലെ ജലാംശം വറ്റിയതിന് ശേഷം പിഴിഞ്ഞു വച്ചിരിക്കുന്ന ആ ഇഞ്ചിയുടെ കൊത്ത് അത് നമ്മൾ ആ ചീനച്ചട്ടിയിൽ ഇടുക. മനസ്സിലാവും. അതിന് ശേഷം ഇത് ഒന്ന് ചെറുതായിട്ടൊരു കളർ വ്യത്യാസം വരുന്നത് വരെ ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് അല്പം 1 സ്പൂണ് അല്ലെങ്കിൽ 1.25 സ്പൂൺ മല്ലിപ്പൊടി, 1.25 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾ ഇവ ഇട്ട് വീണ്ടും ഇളക്കുക. ഇത്തിരി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അടുത്ത് ഒരു നുള്ള് ഉപ്പിടുക. ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് ഇളക്കുക. ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കുക. ഒരു ചുള പുളിയും ഇട്ട് ഇളക്കുക. കുറച്ച് ജീരകം ഇടുക. അടുത്ത് കരിവേപ്പില ഇടുക. പിന്നെ വെളുത്തുള്ളി 2 അല്ലി വെളുത്തുള്ളി ഇടുക. അതിനുശേഷം ഇതിനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. അത് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ചൂടാറിയിട്ട് ചെറിയ ജാറിലിട്ട് വീണ്ടും നല്ല ഭംഗിയായിട്ട് അരച്ച് എടുക്കുക. വെള്ളത്തിന് പകരം ആ ഇറുത്ത് വച്ചിരുന്ന ആ ചാറ് ചേർത്ത് അരച്ചാലും മതി. ആ ചാറ് ചേർത്ത് ശകലം കൂടെ വെള്ളം കൂടെ മിക്സ് ചെയ്താലും മതി. കൂടുതലാകരുത്. അടുത്ത് ചീനിച്ചട്ടി, നേരത്തെ വറുത്ത ചീനിച്ചട്ടി എടുത്ത് വെച്ച് അതിൽ എണ്ണ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. അല്പം 1 ഉള്ളി എടുത്ത് അരിഞ്ഞിട്ട് വറ്റൽമുളക്, കടുക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് ഒന്ന് ഇളക്കുക.
അതിനുശേഷം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ അരച്ച് വച്ചിരിക്കുന്ന അരപ്പിട്ട് ചെറുതീയിൽ, ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ടാണ് കൂടുതൽ പെട്ടെന്ന് എണ്ണ കരിയാത്തത്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താൽ മതി. അടുത്ത് ആവശ്യത്തിനുള്ള ചെറുതീ ഇട്ടതിന് ശേഷം അല്പം കായമിടുക. ആവശ്യത്തിനുള്ള കായമിട്ട് ഇളക്കുക. എന്നിട്ട് അവസാനമായിട്ട് ഇതിൻ്റെ മധുരവും പുളിയൊക്കെ ഉപ്പുമൊക്കെ നിലനിർത്താൻ വേണ്ടി ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്തിളക്കുക. ശർക്കരയോ പഞ്ചസാരയോ ചെറിയൊരു സ്പൂണ് പഞ്ചസാരയോ എന്തെങ്കിലും മധുരം ചേർത്ത് ഇളക്കുക. ഇഞ്ചിക്കറി റെഡിയായി.